hello, ഞാൻ പ്രണി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PJ Zone. കഴിഞ്ഞ വീഡിയോയിൽ ട്രൈ ചെയ്തത് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് അവിടെ നിന്നുള്ള തന്നെ സ്വീറ്റ്സും ക്യാൻഡീസും ആണ്. എൻ്റെ ഫ്രണ്ട് രേഷ്മ ജപ്പാനിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു രേഷ്മ. ആദ്യമേ നമ്മൾ നോക്കുന്നത് ചോക്ലേറ്റ് കവറിങ്ങിൽ വരുന്ന മെക്കഡമിയ നട്ട്സ് ആണ്. മേജി എന്ന ബ്രാൻഡിൻ്റെയാണ് ഈ ചോക്ലേറ്റ്. മേജി എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു കാലഘട്ടമായിരുന്നു. 1868നും 1912നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടം. ആ മേജി പീരീഡിൽ ഉണ്ടാക്കിയിരുന്ന പ്രോഡക്ട്സ് എല്ലാം നല്ല ക്വാളിറ്റിയും റിലയബിളുമായിരുന്നു. അതുകൊണ്ട് തന്നെ മേജി ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിന്റെ സ്റ്റാൻഡേർഡിനെ സൂചിപ്പിക്കുന്നതായി മാറി. മേജി കമ്പനി പ്രോഡക്ട്സിനെല്ലാം അതിൻ്റെതായ ക്വാളിറ്റി, സ്റ്റാൻഡേർഡ്, കോസ്റ്റും ഉണ്ട്. മക്കഡാമിയ നട്ട്സ് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് കിങ് ഓഫ് നട്ട്സ് എന്നാണ്. ക്രീമി ടെക്സ്ചറും റിച്ച് ഫ്ലേവറും ഹൈ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഇവൻ അങ്ങനെ ഒരു പേര് വന്നത്. ഇനി നമുക്ക് ഇവനെ ഒന്ന് പൊടിച്ചു നോക്കാം. നല്ല പാക്കിംഗ് ഒക്കെയാണ്. ഇവിടെ ഒരു ഓപ്പണിങ്ങിനെ കാണിക്കുന്നുണ്ട്. ഇതിൽ 9 എണ്ണം ഉള്ളത് 9 ചോക്ലേറ്റ്സ് ഉണ്ട്. ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ നട്ട്സ് കാണാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റും ഒക്കെ സൂപ്പർ. ഇതിൻ്റെ ടേസ്റ്റാണ് ഒറ്റ ട്രിപ്പിന് 5 എണ്ണം തീർത്തു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ളവർ. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഹരിബോ ക്യാൻഡിയാണ്. ഈ ഹരിബോ എന്ന് പറയുന്നത് ഒരു ജർമ്മൻ കമ്പനിയാണ്. ഇതിൽ 2 ടൈപ്പ് ക്യാൻഡീസ് വരുന്നുണ്ട്. ഒരെണ്ണം ഹാലോവിയൻ സ്കേറി ഫൺ എന്നും ഒരെണ്ണം സ്റ്റാർ മിക്സും. അപ്പോൾ നമുക്കിനി ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ മനസ്സിലാവും, നല്ല ട്രാൻസ്പെറൻറ്റ് കവറിങ്ങിലാണ് വരുന്നത്. ജെല്ലി പോലെ ഐറ്റംസ് കാണുകയും ചെയ്യാം. നല്ല സ്റ്റിക്കി ജെല്ലിയാണ്. മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ബബിൾക്കത്തിൻ്റെ മണം എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ ഇനി ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. ജെല്ലിയാണ്. ഒരു ബബിൾക്കത്തിൻ്റെ ടേസ്റ്റും മധുരവും എല്ലാം ഉണ്ട്. കൊള്ളാം. നമ്മൾ ആദ്യമേ ട്രൈ ചെയ്തത് സ്റ്റാർ മിക്സിൻ്റെ ആയിരുന്നു. അതിനൊരു ചെറിയ പുളിപ്പും കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ഹാലോവിൻ സ്കേറി ഫണ്ണിൻ്റെയാണ്. ഇതിലെനിക്ക് തോന്നുന്നു പംകിനും ബാറ്റും ഒക്കെയാണ് കാണിച്ചേക്കുന്നത്. സോറി, പംകിൻ തന്നെ 2 കളറിൽ, ഓറഞ്ചും യെല്ലോയും. ഓറഞ്ചും യെല്ലോയും കളറിലായിട്ടാണ് വരുന്നത്. പംകിൻ ഷേപ്പ് തന്നെയാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒന്നും കൂടെ കട്ടിയുള്ളതാണ്. മറ്റേതിനെ അപേക്ഷിച്ച് കട്ടിയുള്ളതാണ്. പുളിയുണ്ട്, മധുരം കുറവാണ്. കൊള്ളാം. ഇനി അടുത്തത് ട്രൈ ചെയ്യുന്നത് സ്നിക്കേഴ്സാണ്. ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. നമ്മൾ സാധാരണ നാട്ടിൽ കിട്ടുന്ന ഡൽഹിയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സാണ്. ഇത് നമ്മൾ ജപ്പാനിലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഈ കുഞ്ഞ് മിനി സ്നിക്കേഴ്സിൻ്റെ പുറത്തൊക്കെ ഓരോ ആൽഫബറ്റ് എഴുതിയേക്കുന്നത്, സ്നിക്കേഴ്സിൻ്റെ സ്പെല്ലിംഗ് പോലെ SNI അങ്ങനെ. ഇച്ചിരി മെൽറ്റായിട്ടിരിക്കുക കേട്ടോ. ക്വാളിറ്റി നല്ല വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നട്ട്സ് ആയാലും ചോക്ലേറ്റ് ആയാലും എല്ലാം മൊത്തത്തിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റ്. ഇനി നമ്മൾ ട്രൈ ചെയ്യുന്നത് ഗോഡിവ ബ്രാൻഡിൻ്റെ ചോക്ലേറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ബെൽജിയത്തിൽ നിന്നുള്ളതാണ്. 1926 ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട്. പിസ്താഷ്യോ മിൽക്ക് ചോക്ലേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പൊട്ടിക്കുമ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് പിസ്ത കാണാൻ പറ്റുന്നുണ്ട്. നട്ട്സ് മാതിരി അങ്ങനെ കാണാം. അതുപോലെ ഇവിടെ ഗോഡിവ എന്ന് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി കഴിച്ചു നോക്കാം. കടിക്കാൻ കിട്ടുന്നുണ്ട് കുഞ്ഞായിട്ട്. മിൽക്ക് ചോക്ലേറ്റ്, പിസ്തയുടെ കറക്റ്റ് ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതിലെ മിൽക്ക് ചോക്ലേറ്റ് അടിപൊളിയാണ്. എനിക്ക് പിസ്ത അധികം ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പോരായ്മയാണ് എനിക്ക് കുറവ്. ചേട്ടയ്ക്കും കുഞ്ഞിനും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം അതും കൊള്ളാം. ഇനിയുള്ളത് കിറ്റ്കാറ്റിൻ്റെ പല ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റ്. 4 ഫ്ലേവേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നമുക്കിതൊന്ന് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഇത് ഏതൊക്കെയാണെന്ന് പറയണ്ടേ. ഇതിൻ്റെ ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് ഹോൾ ഗ്രെയിൻ ബിസ്ക്കറ്റ്, അഡൽട്ട് സ്വീറ്റ്നെസ്, ഇത് സ്പെഷ്യൽ സ്ട്രോബെറി, ഇത് ഗോഡസ് മൈൽ. ഈ ചൂടത്തെ എല്ലാം നല്ലപോലെ മെൽറ്റായിട്ടിരിക്കുക. ആദ്യത്തെ നമ്മൾ നോക്കുന്നത് ഹോൾ ഗ്രെയിൻ ബിസ്ക്കറ്റാണ്. നല്ല മെൽറ്റായിട്ടിരിക്കുക. വൈറ്റ് ചോക്ലേറ്റിൻ്റെ കളറാണ് വരുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. മിൽക്ക് ചോക്ലേറ്റ് ആണ്. കൊള്ളാം. അതേപോലെ ഇത് ഹോൾ വീറ്റ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് ഒന്നുകൂടെ ഹെൽത്തി ആണെന്ന് അവർ പറയും. പിന്നെ അതുപോലെ വേഫേഴ്സിന് ഒരു ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റും കൂടി വരുന്നുണ്ട്. ഇനി ട്രൈ ചെയ്യുന്നത് അഡൽട്ട് സ്വീറ്റ്നെസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രായമായവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തേക്കുന്ന ചോക്ലേറ്റ് ആട്ടോ. ഒന്നുകൂടെ മധുരം കുറവാണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് വരുന്നത്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മെൽറ്റായിരിക്കും. ലിക്വിഡ് വരുവായി. പക്ക ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. വേഫേഴ്സും ഡാർക്ക് ചോക്ലേറ്റും. ഇനി ട്രൈ ചെയ്യുന്നത് സ്പെഷ്യൽ സ്ട്രോബെറിയാണ്.
അപ്പോൾ സ്ട്രോബെറി ഫ്ലേവറിൽ വരുന്ന ഈ കിറ്റ്കാറ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാം പൊട്ടിക്കാൻ പാടുണ്ടെന്നേ. സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഈ കിറ്റ്കാറ്റിന് നല്ല സ്ട്രോബെറിയുടെ മണം വരുന്നുണ്ട്. സ്ട്രോബെറിയുടെ ഒരു കുഞ്ഞു കുഞ്ഞു തരി പോലെ കാണാൻ പറ്റുന്നുണ്ട്. സ്ട്രോബെറി തന്നെ ആയിരിക്കത്തില്ല. പോക്കിയുടെ ഒക്കെ വരില്ലേ, അതിൻ്റെ ആ സ്ട്രോബെറിയുടെ കറക്റ്റ് ടേസ്റ്റ് വരുന്നുണ്ട്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്ട്രോബെറിയുടെ ലേശം പുളിപ്പും കൂടിയുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഗോഡ സ്മൈലാണ്. നോക്കാം. ഇതിന് വലിയ മധുരമില്ല, ഒരു ഡാർക്ക് ചോക്ലേറ്റ് മിക്സാണ്. എനിക്ക് തോന്നുന്നു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഇച്ചിരി എന്തോ ഉണ്ട്. ടേസ്റ്റ് കൊള്ളാം, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ എന്തോ ഉണ്ട്. പല ഫ്ലേവേഴ്സിൽ വരുന്ന കിറ്റ്കാറ്റിൽ നിന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹോൾ ഗ്രെയിൻ ബിസ്ക്കറ്റിൻ്റെയാണ്. ഇതിന് ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ല പുതുമയുള്ള വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പ്രീനി.